ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയപ്പെട്ട കുട്ടികളെ, അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എന്താണ് കണ്ടത്? നമ്മൾ സഭയുടെ വളർച്ചയെ കുറിച്ചാണ് കണ്ടത് അല്ലേ? സഭയുടെ വളർച്ച, പിന്നെ സൂനഹദോസുകളെ കുറിച്ച് കണ്ടു, അപ്പോസ്തലന്മാരെ സഹിച്ച പീഡനങ്ങളെ കുറിച്ച് കണ്ടു, അതെല്ലാം കണ്ടു. ഇനി നമ്മൾ ഈ ക്ലാസ്സിൽ പഠിക്കാൻ പോകുന്നത് എങ്ങനെയാണ് സഭ വിവിധ പ്രദേശങ്ങളിൽ ആരംഭിച്ചത് എന്നതിനെ കുറിച്ചാണ്. ഇപ്പൊ നോക്കിയിട്ടുണ്ടെങ്കിൽ യൂറോപ്പില് ഉള്ള കാര്യം നമ്മൾ പറയുന്നുണ്ട്. ഏഷ്യ, ചൈന, ആഫ്രിക്ക, അമേരിക്ക, ആസ്ട്രേലിയ, പൗരസ്ത്യ ദേശങ്ങൾ, ഇങ്ങനെ പല സ്ഥലങ്ങളിൽ സഭ എങ്ങനെ വളർന്നു വന്നു എന്നതിനെ കുറിച്ചാണ് നമ്മൾ ഈ ക്ലാസ്സിൽ പഠിക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം. ആദ്യം നമ്മൾ പഠിക്കുന്നത് സഭ യൂറോപ്പിലാണ്. 6-ാം നൂറ്റാണ്ടോടെ യൂറോപ്പിലെ സുവിശേഷ പ്രഘോഷണം ശക്തി പ്രാപിച്ചു. AD 596 ഗ്രിഗറി ഒന്നാമൻ പാപ്പ നിയോഗിച്ച അഗസ്റ്റിൻ എന്ന ബെനഡിക്റ്റൻ സന്യാസിയാണ് ഇംഗ്ലണ്ടിലെ ക്രിസ്തു മതത്തിന്റെ അപ്പോസ്തലനായി അറിയപ്പെടുന്നത്. അപ്പോൾ യൂറോപ്പിൽ എന്താണ് സഭ ആരംഭിച്ചത്? 6-ാം നൂറ്റാണ്ടോടെ തന്നെ യൂറോപ്പിലെ സഭ ആരംഭിച്ചു. ഇനി ഇംഗ്ലണ്ടിലെ ക്രിസ്തു മതത്തിന്റെ അപ്പോസ്തലനായിട്ട് ഗ്രിഗറി ഒന്നാമൻ പാപ്പ ആരെയാണ് തിരഞ്ഞെടുത്തത്? അഗസ്റ്റിൻ എന്ന ബെനഡിക്റ്റൻ സന്യാസിനിയാണ് മാർപ്പാപ്പ തിരഞ്ഞെടുത്തത്. അദ്ദേഹത്തിന്റെ ഒരു ചെറിയൊരു ചിത്രം ഞാൻ സൈഡിൽ കൊടുത്തിട്ടുണ്ട്, നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ പറ്റും. AD 596 കാര്യമാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ ചിത്രങ്ങളും അതുപോലെ ലളിതമായ ചിത്രങ്ങളൊക്കെ നമുക്ക് കിട്ടിയിട്ടുള്ളൂ. അതാണ് ഞാനിപ്പോൾ കാണിച്ചിരിക്കുന്നത്. അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ ഇംഗ്ലണ്ട് മുഴുവനും ക്രിസ്തുമത വിശ്വാസം സ്വീകരിച്ചു. അപ്പോൾ അദ്ദേഹമാണ് ഇംഗ്ലണ്ടിലെ ആളുകൾക്ക് ക്രിസ്തുമതത്തിനെ കുറിച്ച് പറഞ്ഞു കൊടുത്തത്. അപ്പൊ അദ്ദേഹം അത് പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും അവര് ക്രിസ്തുവിനെ പറ്റി മനസ്സിലാക്കി അവരെന്ത് ചെയ്തു? ക്രിസ്തുമതം സ്വീകരിച്ചു. 8-9 നൂറ്റാണ്ടുകളിൽ സ്കാൻഡിനേവിയ, ഡെൻമാർക്ക്, സ്വീഡൻ, നോർവേ, ഐസ്ലൻഡ്, ബൊഹേമിയ, പോളണ്ട്, ബൾഗേറിയ, ഹംഗറി, റഷ്യ തുടങ്ങിയ യൂറോപ്യൻ രാജ്യങ്ങളിലെല്ലാം സഭ ശക്തി പ്രാപിച്ചു. അപ്പോൾ 8-9 നൂറ്റാണ്ടായപ്പോഴേക്കും യൂറോപ്പിലുള്ള പല രാജ്യങ്ങളിലും സഭ വളരാൻ തുടങ്ങി. കുറച്ച് രാജ്യങ്ങളുടെ പേര് കൊടുത്തിട്ടുണ്ട്. ഏതൊക്കെയാണ്? സ്കാൻഡിനേവിയ, ഡെൻമാർക്ക്, സ്വീഡൻ, നോർവേ, ഐസ്ലൻഡ്, ബൊഹേമിയ, പോളണ്ട്, ബൾഗേറിയ, ഹംഗറി, റഷ്യ. അപ്പോ ഇംഗ്ലണ്ടിലെ ക്രിസ്തുമതത്തിന്റെ അപ്പോസ്തലൻ ആരാണ്? അഗസ്റ്റിൻ. അഗസ്റ്റിൻ എന്ന ബെനഡിക്റ്റൻ സന്യാസിയാണ്. ഇനി അടുത്തത് ഏഷ്യയിലെ കാര്യം നോക്കാം. ഏഷ്യയുടെ ഒരു മാപ്പ് ഞാൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പൊ നിങ്ങൾക്ക് കാണാം ഏതൊക്കെ രാജ്യങ്ങളാണ് ഏഷ്യയിൽ വരുന്നതെന്ന്. ഇന്ത്യ ഒക്കെ എവിടെയാണ്? ഏഷ്യയിലാണ്. 11-ാം നൂറ്റാണ്ട് മുതൽ ഇന്ത്യയിൽ സഭാ പ്രവർത്തനങ്ങൾ തുടങ്ങിയിരുന്നു. പുതുരാജ്യങ്ങൾ തേടിയുള്ള സാഹസികമായ യാത്രയ്ക്ക് പുറപ്പെട്ട സാഹസികരായ വ്യാപാരികൾക്കൊപ്പം യാത്ര തിരിച്ച മിഷണറിമാരുടെ ശ്രമഫലമായി ശ്രീലങ്ക, കംബോഡിയ, മാലിദ്വീപ്, സയാം തുടങ്ങിയ രാജ്യങ്ങളിൽ സഭയ്ക്ക് പ്രചാരം ലഭിച്ചു. അപ്പോ എന്നാണ് ഇന്ത്യയിൽ സഭാപ്രവർത്തനങ്ങൾ തുടങ്ങിയത്? 13-ാം നൂറ്റാണ്ടിലാണ് ഇന്ത്യയിലെ സഭാപ്രവർത്തനങ്ങൾ തുടങ്ങിയത്. ഇനി എങ്ങനെയാണ് അവർ ഇന്ത്യയിലൊക്കെ വന്നത്? ഇന്ത്യയിൽ എങ്ങനെയാണ് സഭ ആരംഭിച്ചത്? എങ്ങനെയാണ്? ഇപ്പൊ നമ്മൾ ക്രിസ്റ്റഫർ കൊളംബസിന്റെ കഥയൊക്കെ കേട്ടിട്ടുണ്ട് അല്ലെ? അദ്ദേഹമാണ് എന്ത് കണ്ടുപിടിച്ചത്? അമേരിക്ക കണ്ടുപിടിച്ചത്. അപ്പൊ ഈ 13-ാം നൂറ്റാണ്ട് ആ കാലഘട്ടത്തിലൊക്കെ പുതിയ പുതിയ രാജ്യങ്ങൾ തേടി പല പല സാഹസികരെ യാത്ര ആരംഭിച്ച സമയമായിരുന്നു. അങ്ങനെ യാത്ര പുറപ്പെട്ട ആ സാഹസികരോടൊപ്പം മിഷണറിമാരും പുതിയ സ്ഥലങ്ങളിലേക്ക് വരാൻ തുടങ്ങി. അങ്ങനെ അവർ ചെന്ന സ്ഥലങ്ങളിൽ അവര് ക്രിസ്തുവിനെ കുറിച്ച് പഠിപ്പിച്ചു. അങ്ങനെയാണ് പുതിയ പുതിയ സ്ഥലങ്ങളിലേക്ക് എന്ത് വ്യാപിച്ചത്? സഭ വ്യാപിച്ചത്. ഏഷ്യയിലെ ഏതൊക്കെ സ്ഥലങ്ങളിലാണ്? ശ്രീലങ്ക, കംബോഡിയ, മാലിദ്വീപ്, സയാം തുടങ്ങിയ സ്ഥലങ്ങളിലെല്ലാം സഭയ്ക്ക് പ്രചാരം ലഭിച്ചു. 15-ാം നൂറ്റാണ്ട് മുതൽ പോർച്ചുഗീസ് മിഷണറിമാരുടെ വരവോടെ ഇന്ത്യയിലെ സഭ ശക്തി പ്രാപിച്ചു. അപ്പോ 13-ാം നൂറ്റാണ്ടിൽ തന്നെ ഇന്ത്യയിലെ സഭാപ്രവർത്തനങ്ങൾ തുടങ്ങിയിരുന്നു. പക്ഷേ 15-ാം നൂറ്റാണ്ടില് പോർച്ചുഗീസ് മിഷണറിമാരുടെ എത്തി. അപ്പൊ അവരുടെ വരവോടെയാണ് ഇന്ത്യയിൽ ശരിക്കും സഭാപ്രവർത്തനങ്ങൾ ശക്തി പ്രാപിച്ചത്. ശ്രീലങ്കയിലേക്കും ക്രിസ്തുമതം വ്യാപിച്ചു. അല്ലെ, ഇന്ത്യയുടെ തൊട്ടടുത്ത് കിടക്കുന്ന രാജ്യമാണ് ഏത്? ശ്രീലങ്ക. അപ്പൊ ഇന്ത്യയിൽ ആദ്യം ക്രിസ്തുമതം ആരംഭിച്ചു, അത് കഴിഞ്ഞിട്ട് ശ്രീലങ്കയിലേക്കും അത് വ്യാപിച്ചു. 1549 ഓഗസ്റ്റ് 15-ന് മിസ്റ്റർ ഫ്രാൻസിസ് സേവ്യർ ജപ്പാനിലെത്തി. 1551 അദ്ദേഹം തിരിച്ചു പോരുമ്പോൾ 2000-ഓളം പേർ ക്രിസ്തുമതം സ്വീകരിച്ചു. ഇനി അടുത്തത് ജപ്പാന്റെ കാര്യമാണ് പറയുന്നത്. ജപ്പാനിൽ ആരാണ് വന്നത്? മിസ്റ്റർ ഫ്രാൻസിസ് സേവ്യർ. അദ്ദേഹം എന്നാണ് എത്തിയത്? 1549 ഓഗസ്റ്റ് 15-ാം തീയതി. അപ്പൊ അദ്ദേഹം ചെല്ലുമ്പോ അവിടെ ക്രിസ്തുവിനെ പറ്റി ആർക്കും അങ്ങനെ അറിയില്ലായിരുന്നു.
അദ്ദേഹം 1551 അതായത് 3 വർഷങ്ങൾക്ക് ശേഷം അവിടെ നിന്ന് തിരിച്ചു പോരുമ്പോഴേക്കും അവിടെ 2000-ഓളം പേർ ക്രിസ്തുമതം സ്വീകരിച്ചു. 1560-ലെ മതമർദ്ദന കാലത്ത് അതിൽ ധാരാളം പേർ പലായനം ചെയ്തുവെങ്കിലും പിന്നീട് ഫ്രാൻസിസ് കബ്രാൽ, അലക്സാൻഡ്രോ വലിഞ്ഞാനി എന്നീ മിഷണറിമാരുടെ പ്രവർത്തന ഫലമായി ജപ്പാനിൽ സഭ വളർന്നു. അപ്പോൾ മതമർദ്ദനം എന്താണ് നമ്മൾ അടുത്ത ചാപ്റ്ററിൽ പഠിക്കും. നമ്മൾ നേരത്തെ കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ടായിരുന്നു ധാരാളം പീഡകള് അപ്പോസ്തലന്മാർക്ക് സഹിക്കേണ്ടി വന്നായിരുന്നു അല്ലെ. അതുപോലെ ഈ ക്രിസ്ത്യാനികളായവരുടെ നേരെയും പല ആക്രമണങ്ങളും ഉണ്ടായിട്ടുണ്ട്. അപ്പൊ അങ്ങനെ ആക്രമണങ്ങൾ വന്നപ്പോ കുറെ പേര് ക്രിസ്തുമതം ഉപേക്ഷിച്ചു പോയി. അപ്പൊ വിശുദ്ധ ഫ്രാൻസിസ് സേവ്യർ ജപ്പാനിൽ എത്തിയപ്പോഴേക്കും 2000-ഓളം പേര് ക്രിസ്തുമതം സ്വീകരിച്ചെങ്കിലും 1560-ലെ മതമർദ്ദന കാലത്ത് അതില് പലരും ക്രിസ്തുമതം ഉപേക്ഷിച്ച് അവിടെ നിന്ന് പോയി. അതിനുശേഷം 2 മിഷണറിമാർ അവിടെ വരികയാണ്. ആരൊക്കെയാണ്? ഫ്രാൻസിസ് കബ്രാൾ, അലക്സാൻഡ്രോ വലിഞ്ഞാനി. ഇവർ രണ്ടുപേരും അവിടെ എത്തുന്നു. എന്നിട്ട് ഇവര് എന്ത് ചെയ്യും? വീണ്ടും അവിടെ ക്രിസ്തുമതം സ്ഥാപിക്കുകയാണ്. പിന്നീട് 17-ാം നൂറ്റാണ്ടിൽ ക്രൂരമായ മതമർദ്ദനങ്ങൾ ഉണ്ടായെങ്കിലും സഭയെ നശിപ്പിക്കാൻ മർദ്ദകർക്ക് കഴിഞ്ഞില്ല. 1597-ൽ ജപ്പാനിലെ നാഗാസാക്കിയിൽ വെച്ച് ക്രൂശിക്കപ്പെട്ട പ്രേക്ഷിത പ്രമുഖനാണ് വിശുദ്ധ ഗോൺസാലോ ഗാർസിയ. അപ്പോ അതിനുശേഷം ആ മിഷണറിമാർ രണ്ടുപേര് വന്നു. അവര് വന്നതിന് ശേഷം അവിടെ പിന്നെയും എന്തായി? മതമർദ്ദനങ്ങൾ ഉണ്ടായി. എന്നാലും അവിടെയുള്ള ക്രിസ്ത്യാനികൾ ഉറച്ചു നിന്നു. അവര് ക്രിസ്തുവിനെ ഉപേക്ഷിച്ചു പോകാൻ തയ്യാറായില്ല. ഇനി ഒരു പ്രേക്ഷിത പ്രമുഖനെ കുറിച്ച് പറയുന്നുണ്ട്, വിശുദ്ധ ഗോൺസാലോ ഗാർസിയ. അദ്ദേഹം എന്താണ്? യേശുവിനെ പറ്റി പ്രഘോഷിച്ച ആളാണ്. 1597-ല് ഈ യേശുവിനെ പറ്റി പ്രഘോഷിച്ചത് കൊണ്ട് അദ്ദേഹത്തെ എന്ത് ചെയ്തു? ക്രൂശിച്ചു. അപ്പൊ നിങ്ങൾക്ക് നോക്കിയാൽ കാണാം, വിശുദ്ധ ഫ്രാൻസിസ് സേവ്യറിന്റെ പടം കൊടുത്തിട്ടുണ്ട്, ചിത്രം കൊടുത്തിട്ടുണ്ട്. അതിന് തൊട്ട് താഴെ കാണുന്ന ചിത്രം ആരുടെയാണ്? വിശുദ്ധ ഗോൺസാലോ ഗാർസിയയുടെ ചിത്രമാണ്. അപ്പൊ ഇവർ രണ്ടുപേരെയും നമ്മൾ ഏത് രാജ്യത്തെയായിട്ട് ബന്ധപ്പെടുത്തിയാ പഠിച്ചത്? ജപ്പാനില്. ജപ്പാനില് ആദ്യം ക്രിസ്തുമതത്തെ കുറിച്ച് പറഞ്ഞത് ആരായിരുന്നു? വിശുദ്ധ ഫ്രാൻസിസ് സേവ്യർ ആയിരുന്നു. അതുപോലെ തന്നെ ജപ്പാനിൽ വെച്ച് ഈ പ്രേക്ഷിത പ്രവർത്തനം നടത്തിയതിന് ക്രൂശിക്കപ്പെട്ട ഒരു വിശുദ്ധനാണ് ആര്? വിശുദ്ധ ഗോൺസാലോ ഗാർസിയ. ഇനി അടുത്ത് നമ്മൾ കാണാൻ പോകുന്നത് ചൈന. സഭ എങ്ങനെയാണ് ചൈനയിൽ നിന്നാണ് നമ്മൾ കാണാൻ പോകുന്നത്. ചൈനയിൽ ഇപ്പോഴും സഭ ശക്തിപ്പെട്ടിട്ടില്ല. കാരണം അവിടുത്തെ ഭരണാധികാരികള് സഭയ്ക്കെതിരാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മുടെ സഭ ഇപ്പോഴും ചൈനയിൽ ശക്തിപ്പെട്ടിട്ടില്ല എന്ന് നമുക്ക് പറയാം. 7-ാം നൂറ്റാണ്ടിൽ തന്നെ ചൈനയിൽ ക്രിസ്തുമതം പ്രചരിപ്പിക്കുവാനുള്ള ശ്രമങ്ങൾ നടന്നെങ്കിലും വിജയപ്രദമായില്ല. 1294-ൽ ഫ്രാൻസിസ്കൻ മിഷണറിമാർ വീണ്ടും ചൈനയിലേക്ക് കടന്നിരുന്നു. അപ്പോ 7-ാം നൂറ്റാണ്ടിൽ തന്നെ ചൈനയിൽ ക്രിസ്തുമതം സ്ഥാപിക്കാനുള്ള കാര്യങ്ങളൊക്കെ അവർ ചെയ്തുകൊണ്ടിരുന്നു. പക്ഷേ അതൊന്നും ഫലവത്തായിട്ട് നടന്നില്ല. അതിനുശേഷം 1294-ല് ആര് ചെന്നു? ഫ്രാൻസിസ്കൻ മിഷണറിമാര് ചൈനയിലേക്ക് ചെല്ലുകയാണ്. അതിനുശേഷം ആരാ ചെല്ലുന്നത്? 1853-ൽ വലിഞ്ഞാനി എന്ന മിഷണറി മത്തേയോ റിച്ചി എന്ന ഈശോസഭ വൈദികനുമൊത്ത് പ്രവർത്തനം നടത്തിയെങ്കിലും ഭരണാധികാരികളുടെ മതപീഡനം വിശ്വാസം വ്യാപകമാകുന്നതിന് തടസ്സമായി. അതിനുശേഷം 1853-ല് വലിഞ്ഞാനി എന്നൊരു മിഷണറിയും മത്തേയോ റിച്ചി എന്ന ഒരു ഈശോസഭ വൈദികനും ചൈനയിൽ ചെന്നു സഭ സ്ഥാപിക്കാനുള്ള കാര്യങ്ങൾ നടത്തിയെങ്കിലും അവിടുത്തെ ഭരണാധികാരികളുടെ മതപീഡന നിമിത്തം അവർക്ക് അത് ഉപേക്ഷിച്ച് പോരേണ്ടി വന്നു. ഭരണാധികാരികളുടെ കർക്കശമായ നിലപാട് കാരണം ചൈനയിലെ സഭ ഇന്നും ആശാവഹമായ രീതിയിൽ വളർന്നിട്ടില്ല. അവിടുത്തെ ഭരണാധികാരികൾ സഭയ്ക്ക് എതിരാണ്. അവര് നമ്മുടെ വിശ്വാസങ്ങളെ അംഗീകരിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ ചൈനയില് നല്ലൊരു രീതിയിൽ വളരാൻ സഭയ്ക്ക് ആയിട്ടില്ല. തായ്ലൻഡ്, ഫിലിപ്പൈൻസ് തുടങ്ങിയ രാജ്യങ്ങളിൽ 16-ാം നൂറ്റാണ്ടിൽ ഡൊമിനിക്കൻ വൈദികരുടെയും മറ്റ് മിഷണറിമാരുടെയും പ്രവർത്തന ഫലമായി സഭ സ്ഥാപിതമായി. അടുത്ത 2 സ്ഥലങ്ങളാണ് ഏതൊക്കെയാണ്? തായ്ലൻഡും ഫിലിപ്പൈൻസും. അവിടെ 16-ാം നൂറ്റാണ്ടില് ഡൊമിനിക്കൻ വൈദികരുടെയും മിഷണറിമാരുടെയും പ്രവർത്തന ഫലമായിട്ട് സഭ സ്ഥാപിക്കാൻ സാധിച്ചു. ഇനി അടുത്തത് സഭ ആഫ്രിക്കയിൽ. ആഫ്രിക്കയെ നമ്മൾ വിശേഷിപ്പിക്കുന്നത് എങ്ങനെയാണ്? ഇരുണ്ട ഭൂഖണ്ഡം എന്നാണ് അല്ലെ. അവിടെ കാടുകളാണ് കൂടുതൽ, അതുകൊണ്ട് നമ്മൾ അതിനെ ഇരുണ്ട ഭൂഖണ്ഡം എന്നാണ് പറയുന്നത്. അപ്പൊ എങ്ങനെയാണ് ആഫ്രിക്കയിൽ സഭ സ്ഥാപിതമായത് നോക്കാം. ഇരുണ്ട ഭൂഖണ്ഡം എന്ന് വിശേഷിക്കപ്പെട്ടിരിക്കുന്ന ആഫ്രിക്കയിൽ 15-ാം നൂറ്റാണ്ടിൽ പോർച്ചുഗീസുകാർ സുവിശേഷവുമായി കടന്നു ചെന്നു. 1491-ൽ കോങ്കോയിലെ രാജാവായ ഡോം ഗോവാസോവിനെ ഡൊമിനിക്കൻ വൈദികർ മാനസാന്തരപ്പെടുത്തി. ചില ദേവാലയങ്ങളും സ്ഥാപിച്ചു. തുടർന്ന് ഈശോസഭ വൈദികരുടെയും കപ്പൂച്ചിൻ വൈദികരുടെയും
പ്രവർത്തന ഫലമായി ആഫ്രിക്കയിലെങ്ങും സഭ വ്യാപിച്ചു. അപ്പോൾ ആഫ്രിക്കയിൽ എന്താ സംഭവിച്ചത്? 15-ാം നൂറ്റാണ്ടില് ആഫ്രിക്കയില് പോർച്ചുഗീസുകാർ സുവിശേഷവുമായിട്ട് കടന്നു വരുന്നു. എന്നിട്ട് അവരെന്താ ചെയ്തത്? 1491 കോങ്കോയിലെ രാജാവ് ഡോം ഗോവാഗോസിനെ അവര് ഡൊമിനിക്കൻ വൈദികര് മാനസാന്തരപ്പെടുത്തി. അപ്പൊ ആ രാജാവ് മാനസാന്തരപ്പെട്ട് കഴിഞ്ഞപ്പോഴേക്കും അവർക്ക് അവിടെ ദേവാലയങ്ങളൊക്കെ സ്ഥാപിക്കാൻ പറ്റി. അങ്ങനെ തുടർന്ന് ആഫ്രിക്കയിലെ സഭ സ്ഥാപിതമാവുകയാണ്. അങ്ങനെ ആഫ്രിക്കയിലുള്ള പല സ്ഥലങ്ങളിലേക്കും സഭ വ്യാപിച്ചു. ഇനി അടുത്തത് സഭ അമേരിക്കൻ വൻകരകളിൽ എങ്ങനെയാണ് ആരംഭിച്ചതെന്ന് നോക്കാം. മധ്യ അമേരിക്കൻ രാജ്യമായ മെക്സിക്കോയിലും തെക്കേ അമേരിക്കയിലെ വെനസ്വേല, കൊളംബിയ, പെറു, ബ്രസീൽ തുടങ്ങിയ രാജ്യങ്ങളിലും 16-ാം നൂറ്റാണ്ടിലെ ആരംഭത്തിൽ തന്നെ വിശ്വാസം പ്രചരിച്ചു. അപ്പൊ എവിടേക്കാണ്? മധ്യ അമേരിക്കൻ രാജ്യമായ മെക്സിക്കോ, പിന്നെ അടുത്തത് തെക്കേ അമേരിക്കയിലെ രാജ്യങ്ങളായ വെനസ്വേല, കൊളംബിയ, പെറു, ബ്രസീൽ തുടങ്ങിയ രാജ്യങ്ങളിലെല്ലാം 16-ാം നൂറ്റാണ്ടിൽ തന്നെ സഭ ആരംഭിച്ചു. അതേസമയം വടക്കേ അമേരിക്കയിലെ സഭ ആരംഭിക്കാനായിട്ട് റെഡ് ഇന്ത്യൻസ് എന്നുള്ളൊരു വിഭാഗമുണ്ട്. അവര് എതിർപ്പുകൾ കാണിച്ചു. വടക്കേ അമേരിക്കയിൽ റെഡ് ഇന്ത്യക്കാരുടെ എതിർപ്പുകൾ നേരിടേണ്ടി വന്നതിനാൽ 1612 ഫ്രാൻസിസ്കൻ മിഷണറിമാർ ശക്തമായ പ്രവർത്തനം ആരംഭിച്ചു. 1634 ആയപ്പോഴേക്കും 30,000 പേർ ക്രിസ്തുമതം സ്വീകരിച്ചു. അപ്പൊ തെക്കേ അമേരിക്കയിലും മധ്യ അമേരിക്കയിലും 16-ാം നൂറ്റാണ്ടിൽ തന്നെ സഭ ആരംഭിക്കാൻ സാധിച്ചു. പക്ഷെ അതേസമയം വടക്കേ അമേരിക്കയിലെ റെഡ് ഇന്ത്യൻകാരുടെ എതിർപ്പ് വന്നതിനെ തുടർന്ന് എന്ത് ചെയ്തു? ഫ്രാൻസിസ്കൻ മിഷണറിമാർ അവരുടെ പ്രവർത്തനങ്ങൾ തുടങ്ങി വെച്ചു. അതിനുശേഷം 1634 ആയപ്പോഴേക്കും 30,000 പേര് ക്രിസ്തുമതം സ്വീകരിച്ചു. പിന്നെ അടുത്ത് നമ്മൾ കാണാൻ പോകുന്നത് സഭ ആസ്ട്രേലിയയിലാണ്. കുറ്റവാളികൾ എന്ന പേരിൽ അയർലൻഡ്, ഇംഗ്ലണ്ട് എന്നീ രാജ്യങ്ങളിൽ നിന്നും മറ്റും നാട് കടത്തപ്പെട്ടവരാണ് ആസ്ട്രേലിയയിലെ ആദിമ ക്രിസ്ത്യാനികൾ. അപ്പൊ നമ്മൾ ഇംഗ്ലണ്ടിലെ സഭ ആരംഭിച്ചതിനെ കുറിച്ച് നേരത്തെ കണ്ടായിരുന്നു. അപ്പൊ ഇംഗ്ലണ്ട്, അയർലൻഡ് തുടങ്ങിയ സ്ഥലങ്ങളിൽ നിന്നൊക്കെ കുറ്റവാളികൾ എന്ന പേരിൽ ആ നാട്ടിൽ നിന്ന് പുറത്താക്കപ്പെട്ടവര് അവര് പതിയെ എങ്ങോട്ടേക്ക് വന്നു? ആസ്ട്രേലിയയിലേക്ക് വന്നു. അപ്പൊ അതിൽ ക്രിസ്തുമതം സ്വീകരിച്ചവരാണ് ആസ്ട്രേലിയയിലെ ആദിമ ക്രിസ്ത്യാനികൾ. 19-ാം നൂറ്റാണ്ടിൽ 7-ാം പിയൂസ് പാപ്പയുടെ കീഴിൽ സുവിശേഷ പ്രചാരം ആരംഭിച്ചു. അപ്പൊ ആരാണ് സ്റ്റാർട്ട് ചെയ്തത് അവിടെ സുവിശേഷ പ്രചാരണം? 7-ാം പിയൂസ് പാപ്പയാണ്. ഏത് നൂറ്റാണ്ടിലാണ്? 19-ാം നൂറ്റാണ്ടില്. 7-ാം പിയൂസ് പാപ്പയുടെ ചിത്രമാണ് ഞാൻ സൈഡിൽ കൊടുത്തേക്കുന്നത്. 1818 ജെറമിയ ഫ്ലിൻ എന്ന വൈദികനെ പാപ്പ ആസ്ട്രേലിയയിൽ അപ്പോസ്തലിക പ്രീഫെക്റ്റായി നിയോഗിച്ചു. അത് കഴിഞ്ഞ് ആസ്ട്രേലിയയിലെ കാര്യങ്ങളൊക്കെ നോക്കാൻ വേണ്ടി പാപ്പ ഒരാളെ നിയമിച്ചു. അതാരാണ്? ജെറമിയ ഫ്ലിൻ എന്നൊരു വൈദികനെയാണ് ആസ്ട്രേലിയയിലെ കാര്യങ്ങളൊക്കെ നോക്കാൻ വേണ്ടി പാപ്പ ഏൽപ്പിച്ചത്. 1828 ന്യൂസിലാൻഡിൽ സഭ പ്രവർത്തനം ആരംഭിച്ചു. 1828 ആയപ്പോഴേക്കും ന്യൂസിലാൻഡിലേക്കും സഭ വ്യാപിച്ചു. ഇനി സഭ പൗരസ്ത്യ ദേശങ്ങളിൽ. എന്തായിരുന്നു പൗരസ്ത്യ ദേശങ്ങൾ? ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞായിരുന്നു, ഓർമ്മയുണ്ടോ? നമുക്ക് നോക്കാം. റോമൻ സാമ്രാജ്യത്തിന് കിഴക്കൻ പ്രദേശങ്ങളിൽ വളർന്നു വികസിച്ച സഭകളാണ് പൗരസ്ത്യ സഭകൾ. എവിടെയാണ്? റോമൻ സാമ്രാജ്യത്തിന് കിഴക്കൻ പ്രദേശങ്ങളിൽ വളർന്ന സഭകളാണ് പൗരസ്ത്യ സഭകൾ. വ്യത്യസ്തമായ ആരാധനാക്രമവും തനതായ പാരമ്പര്യവും പാലിച്ചു പോരുന്ന 5 പ്രാദേശിക സഭകൾ പൗരസ്ത്യ സഭയിൽ ഉണ്ടായി. അവ ഏതൊക്കെയാണെന്ന് നോക്കാം. അലക്സാൻഡ്രിയൻ സഭ, അന്ത്യോക്യൻ സഭ, പൗരസ്ത്യ സുറിയാനി സഭ, അർമേനിയൻ സഭ, ബൈസന്റൈൻ സഭ. ഏതൊക്കെ സഭകളാണ്? 5 സഭകളുണ്ട്. ഏതൊക്കെയാണ്? അലക്സാൻഡ്രിയൻ സഭ, അന്ത്യോക്യൻ സഭ, പൗരസ്ത്യ സുറിയാനി സഭ, അർമേനിയൻ സഭ, ബൈസന്റൈൻ സഭ. ഇതൊക്കെയാണ് പൗരസ്ത്യ സഭയിൽ വന്ന 5 പ്രാദേശിക സഭകൾ. ഇനി അടുത്തൊരു കാര്യം നമ്മൾ പഠിക്കുന്നത് അവിഗ്നോൺ പേപ്പസി. കേട്ടിട്ടുണ്ടോ നിങ്ങൾ ഇതിനു മുമ്പ് ഈ വാക്ക്? എന്താന്ന് നോക്കാം. പുതിയ വാക്കാണ് അല്ലെ? നമുക്ക് നോക്കാം. ഇതൊരു സംഭവത്തിനെ സൂചിപ്പിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ്. എന്താണ് ആ സംഭവം നമുക്ക് നോക്കാം. 1305 ക്ലെമൻ 5-ാമൻ മാർപ്പാപ്പയായി തിരഞ്ഞെടുക്കപ്പെട്ടപ്പോൾ റോമിലെ സുരക്ഷിതമല്ലാത്ത രാഷ്ട്രീയ അന്തരീക്ഷം കണക്കിലെടുത്ത് 1309 പാപ്പയുടെ ആസ്ഥാനം റോമിൽ നിന്ന് അവിഗ്നോണിലേക്ക് മാറ്റി. പിന്നീട് വന്ന പാപ്പമാരിൽ പലരും അവിഗ്നോണിൽ തന്നെ കഴിഞ്ഞു. എന്നാൽ സിയന്നായിലെ വിശുദ്ധ കാതറിൻ ഗ്രിഗറി 13-ാമൻ പാപ്പയെ സന്ദർശിച്ചു. അവിഗ്നോണിൽ നിന്ന്
റോമിലേക്ക് തന്നെ തിരിച്ചു പോരാൻ ദൈവനാമത്തിൽ ആവശ്യപ്പെട്ടു. അതനുസരിച്ച് 1377 ജനുവരി 17 ഗ്രിഗറി 11 പാപ്പ അവിഞ്ഞോൺ വിടുകയും 13 കർദിനാളന്മാരോട് കൂടെ റോമിൽ പ്രവേശിക്കുകയും ചെയ്തു. അപ്പോ ഇതില് 3 ആളുകളുടെ പേര് പറയേണ്ട. ആരൊക്കെയാണ്? ക്ലെമന്റ് 5 പാപ്പ, വിശുദ്ധ കാതറിൻ, ഗ്രിഗറി 13 പാപ്പ. അവരുടെ 3 പേരുടെ ചിത്രങ്ങൾ ഞാൻ സൈഡിൽ കൊടുത്തിട്ടുണ്ട്. ആദ്യം കാണുന്നത് ക്ലെമന്റ് 5 മാർപ്പാപ്പയാണ്, രണ്ടാമത് വിശുദ്ധ കാതറിൻ, മൂന്നാമത് ഗ്രിഗറി 13 പാപ്പ. അപ്പോ അവിഞ്ഞോൺ പെപ്പസിയിൽ എന്താ നടന്നത്? അതായത് ക്ലെമന്റ് അഞ്ചാമൻ മാർപ്പാപ്പയെ തിരഞ്ഞെടുത്തപ്പോ ആ സമയത്ത് റോമിലെ രാഷ്ട്രീയ അന്തരീക്ഷം അത്ര നല്ലതായിരുന്നില്ല. അതുകൊണ്ട് തന്നെ മാർപ്പാപ്പ അവിടെ നിന്ന് മാറി അവിഞ്ഞോൺ എന്ന സ്ഥലത്തേക്ക് പോയി. അതിനുശേഷം പിന്നീട് വന്ന മാർപ്പാപ്പമാരെല്ലാം അവിഞ്ഞോണിൽ തന്നെ തങ്ങി. അപ്പോ അത് കഴിഞ്ഞ് കുറച്ചു നാൾ കഴിഞ്ഞപ്പോഴേക്കും വിശുദ്ധ കാതറിൻ വന്നിട്ട് ഗ്രിഗറി 13 മാർപ്പാപ്പയോട് പറഞ്ഞു, ദൈവനാമത്തിൽ പറഞ്ഞു അവിഞ്ഞോണിൽ നിന്ന് തിരിച്ച് റോമിലേക്ക് തന്നെ ചെല്ലാൻ പറഞ്ഞു. അങ്ങനെ ഗ്രിഗറി 13 പാപ്പ 1377 ജനുവരി 17 എങ്ങോട്ട് പോയി? അവിഞ്ഞോണിൽ നിന്ന് 13 കർദിനാൾമാരോട് കൂടെ തിരിച്ച് റോമിലേക്ക് ചെന്നു. ഇതാണ് എന്ത്? അവിഞ്ഞോൺ പേപ്പസി. ഇനി സഭയുടെ ഒരു കാലഘട്ടം ഇരുണ്ട യുഗം എന്നറിയപ്പെടുന്നുണ്ട്. അതെന്താന്ന് നമുക്ക് നോക്കാം. മധ്യയുഗത്തിലെ സഭയുടെ കാലത്തെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ഇരുണ്ട യുഗം. എന്തുകൊണ്ടാണ് അതിനെ ഇരുണ്ട യുഗം എന്ന് വിളിക്കുന്നത്? എന്താണ് അവിടെ സംഭവിച്ചത് നമുക്ക് നോക്കാം. സഭാ കാര്യങ്ങളിൽ ഫ്യൂഡൽ പ്രഭുക്കന്മാരുടെ അധിനിവേശം. അപ്പോ ഇരുണ്ട യുഗത്തിൽ എന്താ സംഭവിച്ചത്? മധ്യയുഗത്തിലെ സഭയുടെ കാലത്തിനെയാണ് നമ്മൾ ഇരുണ്ട യുഗം എന്ന് വിളിച്ചത്. അവിടെ എന്താ സംഭവിച്ചത്? സഭാ കാര്യങ്ങളില് ഫ്യൂഡൽ പ്രഭുക്കന്മാര് അതിക്രമിച്ച് കയറാൻ തുടങ്ങി. അവരുടെ കാര്യങ്ങളൊക്കെ അതിൽ ചേർക്കാൻ തുടങ്ങി. അപ്പൊ സഭയുടെ കാര്യങ്ങൾ മെത്രാന്മാരെ നിയമിക്കുക, അങ്ങനെ പല പല കാര്യങ്ങളിലും ആര് ഇടപെടാൻ തുടങ്ങി? ഈ ഫ്യൂഡൽ പ്രഭുക്കന്മാര് ഇടപെടാൻ തുടങ്ങി. ഫ്യൂഡൽ പ്രഭുക്കന്മാരുടെ ചിത്രം നിങ്ങൾ കണ്ടിട്ടില്ലേ? അതിന്റെ മോഡലായിട്ട് കാണുന്നതാണ് ഫ്യൂഡൽ പ്രഭുക്കന്മാര്. ഇനി ഇതെങ്ങനെ ഇരുണ്ട യുഗം എങ്ങനെയാണ് അവസാനിച്ചത് നോക്കാം. ജർമ്മൻ ചക്രവർത്തിയായ ഓട്ടോ ഒന്നാമന്റെ പ്രവർത്തന ഫലമായി ഇരുണ്ട യുഗം അവസാനിച്ചു. ഓട്ടോ ഒന്നാമന്റെ ചിത്രം ഞാൻ കൊടുത്തിട്ടുണ്ട്. അപ്പോ ഇരുണ്ട യുഗം എന്ന് പറയുന്നത് ഏതാണ്? മധ്യയുഗത്തിലെ സഭയുടെ കാലഘട്ടമാണ് ഇരുണ്ട യുഗം. അതിന് ഇരുണ്ട യുഗം എന്ന് വിളിക്കാനുള്ള കാരണം ആ കാലഘട്ടത്തില് ഫ്യൂഡൽ രാജാക്കന്മാരുടെ അധിനിവേശം രൂക്ഷമായിരുന്നു. അവരെല്ലാ കാര്യങ്ങളും സഭയുടെ എല്ലാ കാര്യങ്ങളിലും അവര് കൈകടത്താൻ തുടങ്ങി. അതുകൊണ്ടാണ് അതിനെ ഇരുണ്ട യുഗം എന്ന് വിളിച്ചത്. ഇനി ഇത് ആരാണ് അവസാനിപ്പിച്ചത്? ജർമ്മൻ ചക്രവർത്തിയായ ഓട്ടോ ഒന്നാമനാണ് ഇത് അവസാനിപ്പിച്ചത്. അതിനുശേഷം ജോൺ 13 പാപ്പയെ മാർപ്പാപ്പയായിട്ട് അവര് വാഴിച്ചു. അങ്ങനെ ആ ഇരുണ്ട യുഗം അവസാനിച്ചു. അപ്പൊ നമ്മള് സഭയുടെ വളർച്ചയെ കുറിച്ചാണ് ഈ പാഠഭാഗത്ത് പഠിച്ചത്. എന്തൊക്കെ പഠിച്ചു? എങ്ങനെയാണ് യേശുവിന്റെ മരണശേഷം യേശുവിന്റെ ശിഷ്യന്മാരൊക്കെ ഭയന്ന് കഥകടച്ചിരിക്കുകയായിരുന്നു. അവരുടെ ഇടയിലേക്ക് ആര് വന്നു? പരിശുദ്ധാത്മാവ് വന്നു. അവര് ധൈര്യപ്പെട്ടു, സുവിശേഷം പ്രസംഗിക്കാൻ തുടങ്ങി. ആദ്യമായിട്ട് അവർ ക്രിസ്ത്യാനികളിൽ നിന്ന് വിളിക്കപ്പെട്ടതൊക്കെ നമ്മൾ കണ്ടു. അത് കഴിഞ്ഞിട്ട് എന്താണ്? അവർ നേരിട്ട പീഡനങ്ങൾ നമ്മൾ കണ്ടു. പക്ഷെ ആ പീഡനങ്ങളെയൊക്കെ അതിജീവിക്കാൻ വേണ്ടി അവരെ സഹായിച്ച കാര്യങ്ങൾ നമ്മൾ കണ്ടു. ഈ ആഴ്ച നമ്മൾ എന്താ കണ്ടത്? വിവിധ സ്ഥലങ്ങളിൽ എങ്ങനെയാണ് സഭ ആരംഭിച്ചതെന്നും കണ്ടു. അല്ലേ? നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും മനസ്സിലായി ഞാൻ വിചാരിക്കുന്നു. അപ്പൊ എല്ലാവരും ഈ പാഠഭാഗം നന്നായിട്ട് വായിക്കാം. ചരിത്രമാണ്, കുറെ ആളുകളുടെ പേരും കുറെ വർഷങ്ങളൊക്കെ നമുക്ക് പഠിക്കാനുണ്ട്. അപ്പൊ ശ്രദ്ധാപൂർവ്വം വായിക്കാം. നിങ്ങൾക്ക് പഠിക്കാനുള്ള എളുപ്പത്തിന് വേണ്ടിയാണ് ഞാൻ അവരുടെ ചിത്രങ്ങൾ കൂടി ഉൾപ്പെടുത്തിയത്. അപ്പൊ ഓരോ സ്ലൈഡ് കാണുമ്പോൾ അതിൻ്റെ ഒപ്പം തന്നെ നിങ്ങൾ ചിത്രങ്ങളും ശ്രദ്ധിക്കാം. അപ്പൊ നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. മതപീഡന കാലത്ത് സഭയെ ശക്തമായി ധീരതയോടെ മുന്നേറാൻ സഹായിച്ച പരിശുദ്ധാത്മാവേ, യേശുവിനെ പ്രഘോഷിക്കാൻ ഞങ്ങളെയും സഹായിക്കണം.